മാഡത്തിലേക്ക് മടങ്ങി വരുന്ന ഷിജി മാഡം, ഇപ്പം മേരിക്കുഞ്ഞ് മാഡം പറഞ്ഞൊരു വലിയ വസ്തുതയുണ്ട്. പണ്ട് കാലത്തും ക്രിമിനൽ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമത്തിൽ നിന്നും വ്യതിചലിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഈ വർദ്ധിച്ചു വരുന്ന ഗ്രോത്ത് റേറ്റിൽ മാഡത്തിൻ്റെ പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുമ്പോൾ എന്താണ് ഇതിനുള്ള കാരണമായി തോന്നിയിട്ടുള്ളത്? ഞാനത് പറയുമ്പോൾ മേരി മാഡം പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ടി വരും. അതിനകത്ത് തന്നെ മറുപടി ഉണ്ട്. കാരണം സ്ത്രീ ക്രിമിനൽ വൽക്കരണം എന്ന് പറയുന്നതിന് നമ്മൾ സ്ത്രീയുടെ മാത്രമാക്കി അടർത്തിയെടുത്ത് നമ്മൾ ചർച്ച ചെയ്താൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ട് കാലത്തുനിന്ന് അപേക്ഷിച്ച് സമൂഹത്തിനൊട്ടാകെ ഈ ക്രിമിനൽ വൽക്കരണം നടക്കുന്നുണ്ട്. അതായത് പുരുഷന്മാരും ക്രിമിനൽ കേസുകൾ പ്രതിയാകുന്ന കേസുകളും ധാരാളം വർദ്ധിക്കുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് സ്ത്രീകളുടെയും വർദ്ധിക്കുന്നുണ്ടാകാം. അല്ലാതെ പുരുഷന്മാരുടെ വർധനവ് കുറയുന്നു, അവർ കുറയുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം കൂടുന്നു, അങ്ങനെ അതിന് ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ അതിന് ചർച്ച ചെയ്താൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു ക്രിമിനൽ ആക്ടിവിറ്റികൾ നന്നായി കൂടുന്നു, പെർസെൻറ്റേജിൽ കൂടുന്നു. അത് അവർ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് സ്ത്രീകൾ. അപ്പോൾ കമ്മീഷൻ്റെ നിലപാട് ഞങ്ങൾ നോക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ മറ്റൊരു തലമുണ്ട്. ഇപ്പം ഈ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഒരു അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ വല്ലാതെ ഒരു പണത്തോടുള്ള സമ്പത്തിനോടുള്ള ആഗ്രഹവും ആർത്തിയും ഒക്കെ വല്ലാതെ കൂടുന്ന ഒരു കാലഘട്ടമാണ് നിൽക്കുന്നത്. ആ കാലഘട്ടം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ലെവലിലാണ് ക്രിമിനൽ വൽക്കരണം നടക്കുന്നുണ്ട്. ഭരണാധികാരികൾ മുതൽ ഇങ്ങോട്ട് തിരുമ്പി എല്ലാ തലങ്ങളിലും, സമസ്ത തലങ്ങൾ, സാമ്പത്തിക തലങ്ങൾ, വലിയ വലിയ സ്ഥാപനങ്ങൾ, അങ്ങനെ വ്യക്തിയിൽ മാത്രമല്ലാതെ ഒരുപാട് ക്രിമിനൽ വൽക്കരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിനൊട്ടനേകം കാര്യങ്ങളുണ്ട്. ഇൻസെക്യൂരിറ്റി പറഞ്ഞ അതുണ്ട്. എങ്കിലും കൂടിയും ഈ പുതിയ സാമ്പത്തിക നയം കൂടി ഇതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പൂർണ്ണതയിൽ എത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കമ്മീഷന് മുമ്പിൽ വരുന്ന കേസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മുടെ വില്ലത്തിയായി ചിലപ്പോൾ അമ്മായിയമ്മ നമ്മുടെ മുമ്പിൽ അമ്മായിമ്മനെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ മരുമകളെ കൊണ്ടുവരും വില്ലത്തിയായിട്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് എടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ശരിക്കും ഇതിൻ്റെ റിയലായി നല്ലൊരു റോള് ചെയ്യേണ്ട പുരുഷൻ അത് അമ്മയോടുള്ള റോള് കറക്റ്റായി ചെയ്തിട്ടില്ല, ഭാര്യയോടുള്ള ഉത്തരവാദിത്തം കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നിരാലംബകളായ സ്ത്രീകൾ, അമ്മായിമ്മയായിക്കോട്ടെ മരുമകളായിക്കോട്ടെ, അവർക്ക് പരസ്പരം പോരടിക്കാൻ എളുപ്പം സ്ത്രീകൾ തമ്മിലാണ്. അപ്പം നമ്മൾ പുരുഷന്മാരെ വിളിച്ച് അവരുടെ ഭർത്താവിനെ വിളിച്ച് അല്ലെങ്കിൽ ഈ അമ്മയുടെ മകനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിർത്തി സംസാരിച്ച് നമ്മൾ പല കേസുകളിൽ ഇടപെടുമ്പോൾ ഈ ഭാര്യയ്ക്ക് ഭർത്താവിനെയും കിട്ടാറുണ്ട്, അമ്മയ്ക്ക് മകനെയും കിട്ടാറുണ്ട്. അപ്പോൾ ഈ സ്ത്രീ കുറ്റവാളികളെ വർദ്ധിക്കുന്നു അങ്ങനെ കാണാൻ എനിക്ക് താല്പര്യമില്ല. കമ്മീഷൻ അംഗം എന്നല്ല, എനിക്ക് അങ്ങനെ താല്പര്യം തോന്നുന്നില്ല. മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ ക്രിമിനൽ വൽക്കരണം നടക്കുന്നു. ദീപ മാഡത്തിലേക്ക് വരുമ്പം വുമൻ സെല്ലിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മാഡം ഇന്ന് ഈ ചർച്ചയിൽ എത്തിയിട്ടുള്ളത്. ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. മേരിക്കുഞ്ഞ് മാഡം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് പണ്ട് കാലം തുടങ്ങിയേ സ്ത്രീകൾ ക്രിമിനൽ ആക്ടിവിറ്റിയിലുണ്ട് എന്നുള്ളത്. അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു മറുവശം എന്നുള്ള രീതിയിലൊരു ആർഗ്യുമെൻ്റ് എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്, എല്ലാവരിലും അന്തർലീനമായി സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരിലും അന്തർലീനമായിട്ടൊരു ക്രിമിനൽ വാസന ഉണ്ട് അല്ലെങ്കിൽ ക്രിമിനൽ വാസന ഇല്ല. പക്ഷേ സൊസൈറ്റിയുടെ ചില ഗ്രൂമിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളത് സപ്രസ് ചെയ്ത് വെക്കുകയായിരുന്നു ഇത്രയും കാലം എന്ന് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം ശരിയായിരിക്കും? അതോ അതൊരു വെറുതെ ഒരു വാദം മാത്രമായി നിലനിൽക്കുമോ? നമ്മുടെ ഒരു സ്ട്രക്ചർ, ഒരു സൊസൈറ്റിയുടെ സ്ട്രക്ചർ, നമ്മുടെ ഒരു ഭാരത സംസ്കാരം, അപ്പം നമ്മൾ പെർസീവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകളുടെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ക്രിമിനാലിറ്റി കൂടുന്നതും കുറയുന്നതും തമ്മിലുള്ള ഒരു അനുപാതത്തെക്കാൾ ഏറെ നമ്മൾ ഈ പിന്നെ ബോട്ടിൽ ചെയ്ത് സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ സമൂഹത്തെ എല്ലാവരും സ്ത്രീയെ ഇങ്ങനെ നോക്കിക്കാണുക എന്നുള്ള ഒരു ചിന്ത അവളിലുണ്ട്. അപ്പോൾ എൻ്റെ വിചാരങ്ങൾ എല്ലാം ഞാൻ ബോട്ടിൽ ചെയ്ത് വെക്കണം, ഞാൻ ഒരു സംഭരണിക്കകത്തിട്ട് അതിന് അടക്കി എന്നിൽ ഒതുക്കി വെച്ചിട്ട് അവസാനം ആ ചില്ലുപാത്രം പൊട്ടി വരുന്നതിൻ്റെ ആ ഒരു ഔട്ട്കമാണ് ഒരു വലിയൊരു ക്രൈമായിട്ട് വന്ന് ഭവിക്കുന്നത്. അപ്പം അതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ കുടുംബം. നമ്മളിപ്പോൾ കുടുംബത്തെ എടുക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു ഫാമിലി കൗൺസിലർ എന്ന നിലയിൽ ഞാൻ കാണുന്ന കേസുകളിലെല്ലാം അമ്മയുണ്ട്, സ്ത്രീയുണ്ട്, മകളുണ്ട്, പല ഭാഗങ്ങൾ, പല റോളാണ് സ്ത്രീ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കാണുന്നത് നമ്മൾ സ്ത്രീയെ നമ്മുടെ സംസ്കാരത്തിന് മദർ ഗോഡസ് എന്നുള്ളൊരു രീതി, അമ്മ ഒരു ഗോഡസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവൾ എന്ത് തെറ്റ് ചെയ്താലും അതിനൊരു പൈശാചിക തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഇപ്പം സ്ത്രീയും പുരുഷനും ഒരേപോലെ തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ കാണുന്നത് സ്ത്രീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പൈശാചിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കൂടുതലും വിഷ്വലൈസ് ചെയ്ത് വരുന്നത്. അപ്പം അതിൽ വേരിയേഷൻസ് ഉണ്ട്. ആദ്യം തുടക്കത്തിൽ ക്രിമിനാലിറ്റി എല്ലാവരിലും ഉണ്ടെന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ വളർച്ചയുടെ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിൽ ഒരു കുഞ്ഞിന് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് പലതരത്തിലാണ് വളർന്ന് വലുതായി വരുന്ന നമ്മുടെ ഓരോ ഏജിലും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിലുണ്ടാകുന്ന കുറേ ലാഗ്, അതായത് കുടുംബത്തിനകത്തുണ്ടാകുന്ന ഡൊമസ്റ്റിക് ഇഷ്യൂസ്. ഇപ്പോൾ ഒരു കുട്ടി വളർന്നു വരുന്നു, അവൻ സെക്ഷലി അബ്യൂസ്ഡ് ആകുന്നു, അവനും അവളോ സെക്ഷലി അബ്യൂസ്ഡ് ആകുന്നു, ഫിസിക്കലി അബ്യൂസ്ഡ് ആകുന്നു,
അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തലങ്ങളിലൊക്കെ വരുമ്പോൾ വളർന്നു വരുമ്പോൾ അവനിലും അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മളൊരു വിഷവിത്ത്, ഒരു ചെടി മുളപ്പിക്കാൻ വേണ്ടി ഒരു വിഷവിത്താണ് പാകി ഇടുന്നതെങ്കിൽ അത് വളർന്ന് വലിയൊരു മരമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അവനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് വരുന്നത്. അതിനകത്ത് മേരിക്കുട്ടി മാഡം പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റി ഉണ്ട്, സുരക്ഷിതമില്ലാത്തൊരവസ്ഥ, പിന്നെ ഡിപ്രഷനുണ്ട്, പിന്നെ അവൾ എന്ത് ചെയ്യും, പിന്നെ ഞാൻ എന്ത് ചെയ്താലും അതെങ്ങനെ നോക്കി കാണും സമൂഹം എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഇങ്ങനെ പല പല ഘടകങ്ങളാണ് ഇതെല്ലാം കൂടെ. അവകാശം എന്ന് കരുതപ്പെടുന്ന പല കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം പുതിയൊരു സിസ്റ്റം ഈക്വാലിറ്റി, സ്ത്രീയും പുരുഷനും ഈക്വൽ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ എൻ്റെ ഒരു ചിന്തയിൽ ഈക്വൽ എന്ന് പറഞ്ഞാൽ സെയിം അല്ല, ഒരിക്കലും സെയിം അല്ല. ഓപ്പർച്യൂണിറ്റീസ് അഥവാ അവൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, ആ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, ആ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ട് സ്ത്രീയും പുരുഷനും ഒരേ തലത്തിലേക്ക് വരിക എന്നുള്ളതാണ് ആ ഒരു ഈക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കപ്പെടേണ്ടത്. അതിന് പല രീതിയിലും പല ഡൈവേർഷനിലും പോയിട്ട് ഈക്വാലിറ്റി പല തലത്തിലേക്ക് പോകുന്നു.